ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ 1-2 ദിവസം മുമ്പുള്ള വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നുണ്ട്. സഹകരണത്തിന് നന്ദി. പ്രഷർ ഹൈ ആയിപ്പോയി. 3 ദിവസമായിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന വേദനയായിട്ട് കിടപ്പിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കേട്ടോ, ക്ഷമിക്കണം. ചെറിയ ഷോർട്സൊക്കെ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരൻ സഹകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങൾ കാണണം. ഒരു 3 ദിവസം മുമ്പോട്ടുള്ള എല്ലാ വീഡിയോ ഇന്നലെ വരെയും ഞാൻ ഇന്ന് രാവിലെയും 2 ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് സഹകരിക്കണേ. ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പി മേലായികം വരുമ്പം വലിയൊരു പ്രശ്നമാണ്. ലോങ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഷോർട്സ് എങ്ങനെയും ഒപ്പിക്കാം. കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അത് പിന്നെ ഗുളികയൊക്കെ കഴിച്ച് മാറി. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഓവർ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക പ്രശ്നം നമ്മളുടെ ജീവിതത്തിൽ കയറി വന്നപ്പം നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും, അതെല്ലാം മാറി. ഭയങ്കരമായിട്ടിങ്ങനെ കൊടുങ്കാറ്റ് പോലെ വന്നെങ്കിലും എല്ലാം മാറി. ദൈവമല്ലേ ഉള്ളേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എൻ്റെ അമ്മ കൊടുത്തുവിട്ട കൊഴുവ പീരയുണ്ട്, പാവയ്ക്ക തീയലുണ്ട്, പിന്നെ വേറെ എന്തോ നമുക്ക് അത്രയും കിളിമീൻ വറുക്കാനുണ്ട്. ഇന്ന് എനിക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഒരു പാവയ്ക്ക വാങ്ങിച്ചായിരുന്നു. എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടം. എല്ലാ ദിവസവും പാവയ്ക്ക കഴിക്കണമെന്ന് എന്താ പറയുന്നത്, എനിക്കൊരു ഭയങ്കര നിർബന്ധം ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ വെച്ചാൽ ഞാൻ തന്നെ കൂട്ടേണ്ടതുകൊണ്ട് വെക്കാറില്ല. പക്ഷെ എല്ലാ ദിവസവും കൂട്ടണം. നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യത്തിനുള്ളൊരു കാര്യമാണ് പാവയ്ക്ക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാവയ്ക്ക വാങ്ങിച്ചത്. തോരനല്ലേ, മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് പുഴുങ്ങി, അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ്. തീയൽ ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തീയൽ അമ്മ കൊടുത്തു വിട്ടല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു തൈരും ഉണ്ട് പാവയ്ക്കായും ഉണ്ട്, എന്നാൽ പാവയ്ക്ക കിച്ചടി വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ വെച്ചിട്ടുണ്ട്, വെക്കുന്നതായിട്ട്. എപ്പോഴും തൈര് ജയക്കൊച്ചും പിന്നെ അജിത കൊച്ചും ഒക്കെ വെക്കുന്ന പോലെ എപ്പോഴും പാവയ്ക്ക കിച്ചടിയൊന്നും വെക്കാറില്ല. പക്ഷേ ഞാൻ വെക്കുന്ന അപ്പോൾ ഓണത്തിനോ അങ്ങനെയൊക്കെ വെക്കാറുള്ളന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പം വേണ്ടേ, എനിക്കൊരു ആഗ്രഹം പാവയ്ക്ക കിച്ചടി വെച്ചേക്കാവുന്നു. അപ്പം കിച്ചടി അങ്ങ് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്കുണ്ട്. മീൻ വറക്കാനുള്ളതുകൊണ്ട് നമ്മൾ അന്ന് പോയി തിരുവാതിക്കന്ന് കുറച്ച് മീനെല്ലാം മേടിച്ചില്ലേ ബൾക്കായിട്ട്. 6 ടൈപ്പ് കരിമീൻ തീർന്നു. ഞണ്ട് കരിമീൻ അത് തീർന്നു. 1/2 കിലോ ഉള്ളായിരുന്നു കരിമീൻ. ഞണ്ട് അത് തീർന്നു. പിന്നെ കൊഴുവ അത് തീർന്നു. കിളിമീൻ മാത്രമുണ്ട്. വിളക്കുഞ്ഞുണ്ടായിരുന്നു, അത് തീർന്നു. പിന്നെ എന്തുമായിരുന്നു, എല്ലാം തീർന്നു. പിന്നെ ഇപ്പം ഈ ഒരു കിളിമീൻ വറുക്കാൻ മാത്രമേ ഇനി ഇരിപ്പുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു. പിന്നെ കുറച്ച് ഉണക്കമീൻ കഴിഞ്ഞ ദിവസം ചന്തയിൽ നിന്ന് വാങ്ങിച്ചില്ല, അതൊക്കെയുണ്ട്. അപ്പോൾ ഈ പാവയ്ക്ക കിച്ചടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മൂലയ്ക്ക് ഒരു ശകലം കുഞ്ഞ് ഉണക്കമീൻ കഷ്ണമുണ്ട്. നമുക്ക് സുഖം കഴിക്കാൻ, ചൂട് ചോറും വെച്ചിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കി ഫ്രീസറിലോട്ട് അങ്ങ് വെച്ചാൽ മതി. നമ്മൾ ഒരു 2-3 പാത്രത്തിലാക്കി, ഈ സ്റ്റീൽ പാത്രം ഇല്ലേ ആക്കി, കുഞ്ഞു കറിപ്പാത്രം സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, അതിനകത്താക്കി അങ്ങോട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു പാത്രം എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെച്ചേക്കണം. അപ്പോൾ അത് നമുക്ക് ഉച്ചയ്ക്കലത്തേക്കും വൈകിട്ടത്തേക്കും കഴിക്കാനുള്ളതാവും. എനിക്കും ആരണം ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നാണല്ലോ, രാവിലെ ഉച്ചയ്ക്ക്. അപ്പം നമുക്ക് വൈകിട്ട് വരുമ്പം ആരെണ്ണ കൊടുക്കാമല്ലോ. എനിവേ നമുക്കത് ഒരു ദിവസം കൊണ്ട് കൂട്ടാവുന്നത് മാത്രമേ എടുത്ത് പുറത്ത് വയ്ക്കാവുള്ളൂ. ഫുൾ എടുത്ത് വെച്ചിട്ട് അഴുക്കായിപ്പോകും കേട്ടോ. അപ്പോൾ ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കട്ടെ. പാവയ്ക്ക ആദ്യമേ വറുത്തെടുക്കണം. ചിലർ വട്ടത്തിൽ വറുക്കും, ചിലർ ഇങ്ങനെ ചെറുതായിട്ട് മെഴുക്കുവരട്ടി പോലെ അത് അങ്ങനെ എടുക്കും. മെഴുക്കുവരട്ടിക്ക് അരിയുന്ന പോലെ അരിഞ്ഞ് വറുത്തെടുക്കും. ഇടയ്ക്ക് ശ്രദ്ധ മാറുന്നു എന്ന് വെച്ചാൽ അതുപോലെ ഭയങ്കര സംഭവമായിരുന്നു. നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം. ഓർക്കാപ്പുറത്ത് നിൽക്കി അപ്പം
എനിക്കങ്ങ് ഭയങ്കര ഞാനങ്ങ് ഡൗൺ ആയി. 3 ദിവസമായിട്ട് ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. വെള്ളി, ശനി, ഞായർ 3 ദിവസം ഞാൻ കിടപ്പായിരുന്നു. ഫാദർ വിളിച്ചപ്പോൾ ഞാൻ വലിയവായി കരഞ്ഞുപോയി. എൻ്റെ ഫാദർ ഇതൊന്നും അറിയാതെ എന്നെ കടയിലിരുന്നപ്പം വിളിക്കാൻ തോന്നിയിട്ട് ചുമ്മാ വിളിച്ചതാണ്. ഞാനങ്ങ് കരഞ്ഞ് എന്നാ ഉണ്ട് വിശേഷം ചോദിച്ചപ്പം ഇത് അറിയാൻ പറ്റുമോ, എന്നാ ഉണ്ട് വിശേഷം ചോദിച്ചപ്പോൾ ഞാനങ്ങ് കാര്യം പറഞ്ഞിട്ട് ഭയങ്കര കരഞ്ഞു. ഞാൻ പറഞ്ഞു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഫാദർ ഭയങ്കരമായിട്ട് അങ്ങ് വിങ്ങിപ്പൊട്ടിപ്പോയിട്ട് ഫാദറിന് ഭയങ്കര വിഷമമാണ്. ഞങ്ങളൊക്കെ സങ്കടപ്പെടുന്നത്. മക്കൾക്ക് 4നും എന്തേലും വന്നു കഴിഞ്ഞാൽ ഫാദർ ചങ്ക പൊട്ടിപ്പോൾ. അങ്ങനെ ഞങ്ങൾ 4 പെൺപിള്ളേരറിയാമല്ലോ, മൂത്തതാണ് ഞാൻ. എന്നിട്ട് ഫാദർ പറഞ്ഞു നീ ഫോൺ വെച്ചു കരയാതെ എന്ന് പറഞ്ഞിട്ട് ഫാദർ പിന്നെ എനിക്കറിയാം, പിന്നെ ഫാദർ ചങ്കം തിരുമിയിരിക്കും. അങ്ങനെ ഫാദറിന് ആകെയുള്ള സമ്പത്ത് ഞങ്ങൾ 4 പേര്. അയ്യോ, പിന്നെ പിന്നെ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ വീടാകുമ്പോഴെല്ലാം ചെറിയ കൊച്ചു പിണക്കങ്ങളും എന്താ പറയുക സൗന്ദര്യ പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് അല്ലേ. എല്ലാവരും മറച്ചു വെക്കും, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്നാലും അങ്ങനെ പിണങ്ങി ഞാൻ എൻ്റെ ഫാദറിനോട് ഞാൻ ഒരിക്കലും അങ്ങ് പിണക്കം നീണ്ടൊന്നും പോകത്തില്ല കേട്ടോ. അമ്മയോട് പിന്നെയും ഇരിക്കും. ആരൻ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മ. രണ്ടാമതും അമ്മ, മൂന്നാമതും അമ്മ. പിന്നെ ഞാൻ ചോദ്യം നിർത്തി. ഞാനോർത്തില്ല അങ്ങനെ പറയുന്നു, പക്ഷെ എനിക്കങ്ങനെയല്ല. ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഫാദറാണ്. ഫാദർ കഴിഞ്ഞ ഈ ലോകത്ത് എന്തോ ഉള്ളൂ. അതിനെൻ്റെ കെട്ടിയവനും പിണക്കാം, മക്കൾക്കും പിണക്കാം. പക്ഷെ എനിക്കാരും വണങ്ങിയാലും എൻ്റെ ഫാദർ എനിക്ക് ലോകത്ത് ഏറ്റവും വലുത്. അത് കഴിഞ്ഞൊരിഷ്ടമേ ഉള്ളൂ. അപ്പം ഫാദറിനും അങ്ങനെ കേട്ടോ. ഞങ്ങൾ 4 മക്കൾ കഴിഞ്ഞുള്ള ഇഷ്ടങ്ങളേ ഉള്ളൂ. 4 പേരും ഒരുപോലെ, ആരോടും കൂടുതലൊന്നുമില്ല. എല്ലാവരും ആഗ്രഹിക്കും എന്നോട് ഇച്ചിരി കൂടുതൽ വേണം, എന്നോട് ഇച്ചിരി കൂടുതൽ വേണം. അതൊന്നും നടക്കുകയില്ല. ഫാദറിന് നല്ല നല്ല മനുഷ്യനാണ്, അങ്ങനെയൊന്നും നടക്കുകയില്ല. അയ്യോ, എന്നിട്ട് എന്തായാലും ഫാദറിന് ഞങ്ങൾ കത്തോലിക്കരല്ലേ, ഫാദറും അമ്മയും എൻ്റെ 3 അനിയത്തിമാർ. ഞാൻ മാത്രമല്ലേ ഇച്ചിരി മാറ്റം വന്നുള്ളൂ. അപ്പം ഫാദറിൻ്റെയൊക്കെ പള്ളി നമ്മുടെ കോട്ടയത്ത് കളക്ട്രേറ്റിൻ്റെ അപ്പുറത്ത് നല്ലിടയൻ പള്ളി, കുന്നേപ്പള്ളി, ഗുഡ് ഷെപ്പേർഡ് ചർച്ച് എന്ന് പറയുന്ന നമ്മുടെ പോപ്പ് വന്ന പള്ളിയില്ലേ, ലത്തീൻ പള്ളിയാണ്. പോപ്പ് 1986 വന്ന പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിലാണ് ഞങ്ങളെ എന്ന് വെച്ചാൽ എൻ്റെ ഫാദറും ഞങ്ങളുടെ കുടുംബം. അപ്പോൾ അവിടെ ഭയങ്കര വിശ്വാസം എൻ്റെ ഫാദറിന്. നല്ലിടയൻ്റെ പേരില്ല, ഗുഡ് ഷെപ്പേർഡിൻ്റെ പേരില്ല ചർച്ച്. അപ്പോൾ ഫാദർ ഒരു പള്ളിയിലും വേറെ പോകത്തുമില്ല, ഇഷ്ടവുമില്ല. അമ്മ പിന്നെ ചീത്ത വിളിക്കുമ്പം വേളാങ്കണ്ണി പോകുന്ന സമയത്ത് മനസ്സോടെ ചെല്ലും. ഇപ്പം ഒഴിഞ്ഞു മാറി, എനിക്ക് പ്രായമായി, ഞാൻ വരത്തില്ല, യാത്ര പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഫാദറിന് വേറെ ഒറ്റ പള്ളി പോകത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ഈ നല്ലിടയൻ പള്ളിയിൽ പോയി ഗുഡ് ഷെപ്പേർഡിനോട് പ്രാർത്ഥിക്കും. മുട്ടയെ കുത്തി നിന്നിട്ട് ഇപ്പോഴും കൈ പൊക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും മുട്ടയിൽ നിന്ന്. അത് ഭയങ്കര അത്ഭുതം. വീട്ടിൽ ഫാദർ എത്തുന്നതിന് മുമ്പ് ആ കാര്യം സാധിച്ചിരിക്കും. അങ്ങനെ എൻ്റെ ഫാദറിൻ്റെ വിശ്വാസം. നല്ലിടയൻ എന്ന് പറയുമ്പോൾ യേശുവല്ലേ. ഫാദറിന് യേശുവിനോടല്ലാതെ വേറെ ഒരു പുണ്യാളൻ, പുണ്യവതി, വിശുദ്ധർ അങ്ങനെയൊന്നും വിശ്വാസമില്ല. അങ്ങനത്തെ ഒരാളല്ല. ഈ നല്ലിടയനെ മാത്രം വിശ്വസിക്കും, സ്വന്തം പള്ളി മാത്രം. അപ്പം നമ്മൾ വർത്തമാനം അത്രയും പറഞ്ഞപ്പം എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പാവയ്ക്ക വറുത്ത് വരുന്നുണ്ട് കേട്ടോ. വറുത്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കോരി വെക്കാം. ഞാൻ വെക്കുന്ന പോലാണേ. നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണേ. എനിക്ക് പാചകം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരും എനിക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമൊന്നും വരത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകം പഠിക്കാൻ. എൻ്റെ ഈ ഉരുളി ഞാൻ 2-3 മാസം മുമ്പ് കൂട്ടുകാരിയുടെ പാത്രക്കടയിൽ നിന്ന് മേടിച്ച. എനിക്കിങ്ങനത്തെ ഒരെണ്ണം കട്ടിയുള്ളത് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്കിവിടെ ഓട്ടുരുളിയുണ്ട്. അതാരാ, അത് വല്ല 10-100 പേർക്ക് വല്ല ഇറച്ചി കൊളുത്താനോ അങ്ങനെയൊക്കെയല്ലേ അതാരേലും എടുക്കുമോ. അപ്പോൾ ഇതിന് വേണ്ടി ഇത് നല്ലതല്ലേ. നമുക്ക് 2 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒലത്തിയെടുക്കാം. 2 കിലോ
ധാരാളമായിട്ട് ഇങ്ങനെ ഉലർത്താൻ പറ്റിയല്ലോ. ഒന്ന് ഇങ്ങനെ ചകഞ്ഞൊക്കെ ഇടണ 1.5 കിലോ പറ്റും. പിന്നെ ഇപ്പോഴത്തെ 2 കിലോ ഇറച്ചി 1/2 കിലോ ഉള്ളൂ വെന്ത് വരില്ല. ചുമ്മാ വെള്ളമല്ലേ. ഇനി തീ കുറച്ച് വെക്കട്ടെ, അല്ലേ ചിലപ്പോൾ കരിഞ്ഞു പോകും. നീ കോരി എടുക്കാം. ഇത്രയും മതിയും തോന്നും. പൊടിച്ചാൽ കിട്ടുമോ? കൈവച്ച് പൊടിക്കണമല്ലോ. പൊടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നു. അല്ലേ അങ്ങനെ കിടക്കും അല്ലേ. അപ്പോൾ ഞാനതൊന്ന് കോരി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ പാവയ്ക്ക വറുത്തെടുത്തു. ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് താളിച്ചങ്ങ് വെക്കുക, അല്ലാതെ ലാസ്റ്റ് താളിക്കുമല്ല, താളിച്ചങ്ങ് വെക്കുക കേട്ടോ. കടുക് ഇട്ടു. ഞാൻ ഉള്ളി ഇടുന്നുണ്ടേ. നിങ്ങൾ ഉള്ളി ഇടുകയല്ലായിരിക്കും അല്ലേ. എനിക്ക് എന്ത് കടുക് താളിച്ചാലും ഉള്ളി ഇടണം, അതൊരു അഴുക്ക് സ്വഭാവമാണ്. പിന്നെ പച്ചമുളക്, പാവയ്ക്ക വറക്കുമ്പം ചിലർ പച്ചമുളക് ഇടും. ഞാൻ ലാസ്റ്റ് ഡേ ഇങ്ങനെ കടുക് താളിക്കുന്ന സമയമില്ലേ അപ്പോഴേ ഇടുന്നത് കേട്ടോ. മതിയെന്നേ, ഒത്തിരി അങ്ങ് അതിനകത്ത് ചേർന്ന് പോകണ്ട. ഇങ്ങനെയാണ് നല്ലത്. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ടേ, എന്നാൽ മൂക്കണേ, എല്ലാം അഴുക്കായിരിക്കും കറിയേ. തീ കുറച്ച് വെക്കണേ. കോഴിയുടെ ശബ്ദം എന്നേക്കാൾ മുന്നേ നിൽക്കുന്നത്. തേങ്ങ അരച്ചത്, തേങ്ങ നല്ലതായിട്ടൊന്ന് അരച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇച്ചിരി തൈരോടെ ഒഴിച്ച് ക്രഷ് ചെയ്തെടുത്തു. അല്ല, ഒന്ന് പൾസ് ബട്ടണിലൊന്ന് കറക്കിയെടുത്തു. ഇനിയിപ്പം വേണ്ടേ, ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു ജാറിലാണ്. അങ്ങനെയാണ് അങ്ങ് ഒഴിച്ചു. നീ പാവയ്ക്ക തീ കുറച്ച് വെക്കട്ടെ. ഇപ്പോൾ അത് ഇതായിട്ട് നീ ഇച്ചിരി തീ കുറച്ച് വെച്ചോട്ടോ. നീ പാവയ്ക്ക അതുകൂടെ ഒന്ന് പൊടിച്ചിങ്ങനെ കൈവച്ച് തിരുമ്മി അതുകൂടെ അങ്ങ് ഇട്ടേക്കാം. ഒത്തിരി ഒന്നും പൊടിയണമൊന്നുമില്ല. പൊടിയുന്ന എന്തിനാന്ന് വെച്ചാലേ ഇതങ്ങ് യോജിച്ച് വരുമ്പോൾ അല്ലേ പാവയ്ക്കയുടെ ടേസ്റ്റ് അങ്ങ് ഇറങ്ങുവേ, അതിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാൻ മേലാത്ത പോലെ എൻ്റെ പറച്ചിൽ കേട്ടാലേ. ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. യൂസർക്ക് കിടക്കപ്പുറതിയില്ല. എല്ലാവരും യൂസറെ നമ്മൾ ലാസ്റ്റ് കടുക് താളിക്കാത്ത കാരണം മേളിൽ ഇങ്ങനെ കിടക്കുന്നില്ല. പക്ഷെ ഇത് ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഒത്തിരി ഒന്നും അങ്ങനെ തേങ്ങ വെന്തൊക്കെ പോയ ഒരു ടേസ്റ്റ് ഇല്ല. മതി. എനിക്ക് അങ്ങനെ ഒത്തിരി വേവിക്കുന്ന ഇഷ്ടമല്ല. ഇതിനകത്തെല്ലാം ആയി. അപ്പം നിങ്ങളിനി വേറെ കൂടുതൽ എന്തെങ്കിലും ഉപ്പിടണം. ഇച്ചിരി കഴിഞ്ഞോട്ടെ, അല്ലേ ഇത് ചിലപ്പോൾ തിരിഞ്ഞു പോകും തൈരുള്ളതുകൊണ്ട്. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നെങ്കിൽ അതൊന്ന് പറയണേ. അപ്പം ജോമ ഇങ്ങനെയല്ല അങ്ങനെയാ എന്നൊന്ന് ഉപദേശിച്ചു തരണേ. ഉപ്പ് നോക്കിയിട്ട് കാര്യമില്ല, ഉപ്പില്ല, ഇട്ടില്ല. ഉപ്പ് ഞാൻ ഇച്ചിരി തണുത്തിട്ടേ ഇടുന്നുള്ളൂ. ഈ അടുപ്പിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒത്തിരി ചൂടാക്കിയില്ല, തിളപ്പിച്ചില്ല. അപ്പോൾ അതേ കറിവേപ്പിലയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ലാസ്റ്റ് പൊങ്ങി വരും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ, അത് തണുത്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളുടെ പാവയ്ക്ക കിച്ചടി റെഡി. ഇതെൻ്റെ ഫാദറിന് കൊടുക്കാൻ കുറച്ച് പകുതി എടുത്ത് വെക്കണം. ഫാദറിന് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയുള്ള തീയലായി. ഇന്നലെ അമ്മ ഞാൻ തീയലൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റോക്കാണ്, മോരുകറിയും തീയലും സ്റ്റോക്കാണ്. അപ്പം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ ചോദിച്ചപ്പോഴേ അമ്മ ഇന്നലെ ആരൻ്റെ കൊടുത്തു വിട്ടു. അപ്പോൾ ഈ കിച്ചടി അമ്മ എന്നിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ വെക്കും. ഫാദർ മോരുകറിയും ഈ തീയലും ഇല്ലാതെ ഇറങ്ങത്തില്ല. പണ്ട് മുതലുള്ള സ്വഭാവം. ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയൊക്കെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഫാദറിന് ആ ഒരു വാങ്ങ് കിട്ടിയിരിക്കുന്നത്. എല്ലാ ദിവസവും തീയലും മോരുകറി ഇല്ലാതെ ഇറങ്ങുകയില്ല. എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അവർക്ക് പിന്നെ ഹോട്ടലായതുകൊണ്ട് അവരെന്നും
വറുത്തരച്ച് ഇവിടെ മെഷീൻ നന്നാക്കാൻ, തയ്യൽ മെഷീൻ നന്നാക്കാൻ വന്ന പുള്ളിക്കാരൻ പറയുവാണേ, എവിടാ പിന്നെ കട എവിടാ, പിന്നെ കടയിൽ എന്നിട്ട് ചോറ് കൊണ്ടുവന്നോ, ഉണ്ടോ, ഉച്ച സമയത്താണ് വന്നത്, ഉണ്ടോ എന്നൊക്കെ ചോദിച്ചേ. അപ്പം ഇല്ല, ഹോട്ടലിൽ നിന്നാണ്, ഞാൻ കൊണ്ടുവരാറില്ല ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് കഴിക്കുന്നത്, വടക്കനി എന്നാണോ? കാരണം തിരുനക്കരമ്പലത്തിൻ്റെ ബാക്കിലിരിക്കുന്ന വടക്കനി ഭയങ്കര വെജിറ്റേറിയൻ ഹോട്ടലാണ്, ഭയങ്കര സദ്യ. ആഷർ അവിടെ ആയിരുന്നു ടൗണിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അപ്പോൾ ഞാൻ ചോദിച്ചേ വടക്കിനിയാ, വടക്കിനിന്നും കഴിക്കും എല്ലാ ദിവസവും ഒരിടത്തും തന്നെ. ഞാൻ ഇച്ചിരി ഉപ്പിടുവാണേ, ഒരിടത്തും തന്നെ ഉപ്പ് കുറച്ചിടുന്ന അപ്പൻ എന്നെ കൊല്ലും. ഒരിടത്തും തന്നെ കഴിക്കത്തില്ല, മാറി മാറിയാ. പുത്തനങ്ങാടിയിലും അർത്തൂട്ടിയിലും ഒക്കെ വേറെ ഹോട്ടലുണ്ട്, അവിടുന്ന് ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അർത്തൂട്ടിയിൽ ഹോട്ടൽ അറിയാവോ, ആരുടെയാന്ന്? എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങളുടെയാന്ന് പറഞ്ഞേ. അപ്പം നിങ്ങൾ കുമരകം പോകുമ്പോൾ നോക്കിയാൽ മതി, അർത്തൂട്ടി കവലയിൽ മർത്തോമ പള്ളിയുടെ കുരിശിൻ്റെ അല്ലെങ്കിൽ ഇടത്ത് വശത്ത് ഒരു അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ലുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു 3 നില ബിൽഡിങ് അവരുടെയാണ്. 2 നില അവർ താമസിക്കുന്നതാണ്. സ്ഥലം കുറവായതുകൊണ്ട് റോഡ് സൈഡല്ലേ, കുമരകം റോഡല്ലേ, സ്ഥലം കുറവായതുകൊണ്ട് 3 നിലയായിട്ട് പണിത. റോഡിന് വീതി കൂട്ടിയപ്പോൾ അവരുടെയൊക്കെ സ്ഥലം എടുത്തേ. അപ്പം പിന്നെ ആകെ ഇച്ചിരി സ്ഥലം ഉള്ളിടത്ത് 3 നിലയായിട്ട് പണിതു. 2 ആൺപിള്ളേരാണ്. അപ്പോൾ ഒരാൾക്കൊരു നില, അടുത്ത ആൾക്കൊരു നില, അങ്ങനെ. പിന്നെ ഒരു മോളുള്ളതിനെ കെട്ടിച്ചു വിട്ടു. അപ്പം മമ്മി താഴത്തെ നില ഹോട്ടൽ. അടിപൊളി കേട്ടോ. അയ്യോ, അന്നേരം ആ മനുഷ്യൻ പറയാ, അയ്യോ ആണോ എൻ്റെ ഒന്നെ, ആ ആൻറ്റിയുടെ തീയൽ കറിയുന്നു, വറുത്തരച്ച കറി, തീയൽ കറിയുന്നു ഒരു രക്ഷയില്ലെന്ന്. അതുപോലെ ബീഫ് എടുത്തു പറയാ, ബീഫ് കറി ഒരു പ്രത്യേക മസാലയാണ് ആൻറ്റിയുടെ ബീഫ് കറിയുടെ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ പറഞ്ഞു മമ്മിയുടെ ഈ 2 കറി പിന്നെ സാമ്പാറും മമ്മിയുടെ നല്ല മീൻകറിയും നല്ല, എല്ലാം നല്ലത്. പക്ഷേ ഈ 4 എണ്ണം എന്നാ മണവും രുചിയാണെന്നറിയാം. ഞങ്ങളാരും വെച്ചാൽ അങ്ങനെ കിട്ടത്തില്ല. അങ്ങനത്തെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൈപ്പുണ്യം ഇളയ പങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതിനാ കൂടുതലും കിട്ടിയേക്കുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ പാചകത്തിൻ്റെ വീഡിയോ ഇടുമ്പോഴേ ഇപ്പം ഇതിനും കാണും കുറ്റമേ. മമ്മി ഉച്ചയാകുമ്പം ഹോട്ടൽ പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രീയാണ്. വൈകിട്ട് പിന്നെ മൂത്ത മകൻ ഇളയ മകനും മമ്മിയും കൂടെ ഹോട്ടൽ നടത്തുന്നത്. വൈകിട്ട് മൂത്ത മകൻ വീടിൻ്റെ വാതിക്കെ, റോഡ് സൈഡില്ലേ വാതിക്കെ ഇങ്ങനെ ഇത് ഷീറ്റിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നി, ഞാൻ ഒത്തിരി ആയതുവഴി പോയിട്ട്. അപ്പം അവിടെ തട്ടുകട, നല്ല സൂപ്പർ കപ്പ ബിരിയാണിയൊക്കെ. അന്നേരം പിന്നെ അവൻ ബാംഗ്ലൂരിൻ്റെ അപ്പൻ്റെ ഏട്ടൻ്റെ മകൻ്റെ കമ്പനിയിൽ മാനേജറായിരുന്നു. പക്ഷേ അത് ഒക്കെ ഇട്ടിട്ട് പുള്ളി ഇങ്ങ് പോന്നു. ഈയിടെ വർഷങ്ങളായിട്ട് അതായിരുന്നു ഇട്ടിട്ടിങ്ങനെ പോന്നു കഴിഞ്ഞപ്പം ഇവിടെ അവന് ഭാര്യയും 2 പിള്ളേരും. അപ്പം അവർക്ക് എത്ര കാലമായി ഇവൻ ഇല്ലാതെ ജീവിച്ചിട്ടേ. അപ്പം അങ്ങനെ പിള്ളേരും ഒക്കെ സങ്കടം. കുറേ നാൾ അവരെ ബാംഗ്ലൂർ കൊണ്ട് താമസിപ്പിച്ചു. പിന്നെ അവിടെയൊക്കെ പഠിത്തത്തിന് ഭയങ്കര പൈസ ചിലവാണ്. അത് കാരണം പിന്നെ അവനിങ്ങനെ വന്ന് തട്ടുകടയിട്ടു. പകല് ഒരാൾക്ക് ഹോട്ടലും വൈകിട്ട് ഒരാൾക്ക് തട്ടുകട. എന്നാ ഭക്ഷണമെന്നറിയാം, എന്നാ ടേസ്റ്റാണെന്നറിയാം. ഊണിനൊക്കെ 60 രൂപയേ ഉള്ളൂ കേട്ടോ. ഇപ്പം 70 ആക്കിയെന്ന് തോന്നും. ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ട്. ഈ കടച്ചക്കത്തിയൽ വെക്കും. അപ്പം നിങ്ങൾക്കതേ പാചകം അടിച്ച് വർത്തമാനം പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി ആക്കിയെന്നേ ഉള്ളൂ. അല്ലേ എല്ലാവരും എന്നെ വഴക്കാണേ. പ്രീതി കൊച്ചോ അജിതയും ജയയൊക്കെ വഴക്ക് പറയും, ഇച്ചിരി കൂടെ നീളമുള്ള വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞു. യൂസറും വേറുള്ളവരൊക്കെയാ. രത്നം വേൾഡ് ആൻറ്റിയും വഴക്ക് പറയും, ഒത്തിരി വലുതായ. രക്തം വേൾഡ് ആൻറ്റി 2 മിനിറ്റ് കൂടിയൊന്ന് 5 മിനിറ്റിൻ്റെയൊക്കെയാണ് വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ വലിയ വീഡിയോ ഇട്ട് ആൻറ്റി വഴക്ക് പറയും. ഇതൊക്കെ കണ്ടിരിക്കണ്ട പ്രായമായവരല്ലേ, എത്ര പേരുടെ കാണണം, അവർക്കൊക്കെ കിടക്കണ്ടേ. പക്ഷേ വലിയ വീഡിയോ ഇട്ടില്ലല്ലേ യൂട്യൂബേഴ്സിന് ഗുണമില്ല, അതാ കേട്ടോ. അപ്പോൾ ഈ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിതിട്ടിങ്ങനെ ഇളക്കി, എല്ലാവരും മേളിലോട്ട് ഇടുകയേ ഉള്ളൂ. പിന്നെ കഴിക്കാൻ നേരം ഇളക്കണ്ടേ, ഇളക്കിയാലല്ലേ ഉള്ളൂ അതിൻ്റെ ഇതൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ, യോജിച്ചല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ പാവയ്ക്ക കിച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇതിനകത്തെ കുറവുകളൊക്കെ എനിക്ക് പറഞ്ഞു തരണം, അന്നേരം എനിക്ക് പഠിക്കാമല്ലോ. അപ്പോൾ പാവയ്ക്ക കിച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം
വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണല്ലേ കേട്ടോ. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.